മറ്റൊരു വ്യക്തിയെ കൂടി ഈ സ്ലാബിനടിയിൽ കണ്ടെത്തിയിട്ടുണ്ട്. പക്ഷേ അദ്ദേഹത്തെ പുറത്തെത്തിക്കണമെങ്കിൽ സ്ലാബ് കുറച്ചുകൂടി ഉയർത്തേണ്ടതുണ്ട്. ഉയർത്താൻ വേണ്ടിയുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ എന്തായാലും ഇവിടെ പുരോഗമിക്കുന്നത്. കുറച്ചുകൂടി ഉയർത്തിയാലാണ് ഈ നിലവിൽ അടിയിലുള്ള മറ്റ് 2 പേരെ കൂടി പുറത്തെത്തിക്കാൻ കഴിയുകയുള്ളൂ. 2 പേരാണ് ആകെ എന്തായാലും അവിടെ ഉണ്ടായിരുന്നത്. ആ 2 പേരെ നിലവിൽ അവിടെ നിന്നും 2 പേരെ ആണ് ഇനി ഉയർത്തിയെടുക്കാനുള്ളത്. അതിനുവേണ്ടി ഇപ്പോൾ ആ സ്ലാബ് ഉയർത്തുന്നതിനുള്ള ശ്രമങ്ങളാണ്. അതിനെ ആളുകളെയൊക്കെ അവിടെ നിന്ന് മാറ്റുകയാണ്. ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ മുകളിലുണ്ട്, പോലീസ് ഉദ്യോഗസ്ഥർ മുകളിലുണ്ട്. 2 പേരെയും ഇവർക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ടോ ഈ ജീവനക്കാർക്ക്? അതോ ഇനി ഒരാളെ മാത്രമേ കാണാൻ കഴിഞ്ഞിട്ടുള്ളൂ? ഇല്ല, അതിനടിയിൽ ആളുണ്ട് എന്നുള്ളത് മാത്രമാണ് നമുക്കിപ്പോൾ ഇവിടെ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അങ്ങോട്ടേക്ക് എത്ര പേര് അതിനടിയിൽ, അതായത് 2 പേരെയും കണ്ടെത്താൻ സാധിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ വ്യക്തതയില്ല മോത്തി. അതായത് മണ്ണും അതുപോലെ തന്നെ കോൺക്രീറ്റ് പാളികളും ഉൾപ്പെടെയുള്ളവയൊക്കെ തന്നെ അതിനകത്തുണ്ട്. അപ്പോൾ അത് നീക്കം ചെയ്ത് ആദ്യഘട്ടത്തിൽ അതിന് മുകളിലുള്ള മണ്ണ് നീക്കം ചെയ്യുകയാണ് ചെയ്തത്. അതിനുശേഷം ഈ കോൺക്രീറ്റ് പാളി ഉയർത്തുകയാണ് ഇപ്പോൾ ചെയ്യുന്നത്. ഈ മുകളിലത്തെ നിലയിൽ നിന്ന് താഴേക്ക് ഇറങ്ങി വന്ന ആളാണ് ഇതിനുള്ളിൽ പെട്ടിരിക്കുന്നത് എന്നുള്ളതാണ് നമുക്ക് ഇവിടെ എത്തി അവിടുത്തെ ആളുകളിൽ നിന്ന് നമുക്ക് എന്തായാലും മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അവർ താഴേക്ക് ഓടി വന്ന ശബ്ദം കേട്ട് താഴേക്ക് ഓടി വന്നതാണ് എന്നുള്ളതാണ് ഇപ്പോൾ അല്പസമയം മുമ്പ് നമ്മൾ സംസാരിച്ച ഈ കെട്ടിടത്തിനകത്തുണ്ടായിരുന്ന മറ്റൊരു ഇതര സംസ്ഥാന തൊഴിലാളി നമ്മളോട് പറഞ്ഞത്. എന്തായാലും ബംഗാൾ സ്വദേശികളാണ്, കൊൽക്കത്തയ്ക്കടുത്താണ് ഇവരുടെ നാട് എന്നുള്ളതാണ് ഇപ്പോൾ അവരിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിച്ചത്. ഈ പറയുന്നുണ്ട് വെസ്റ്റ് ബംഗാളിൽ കൊൽക്കത്തയ്ക്കടുത്തായിട്ടാണ് മുർഷിദാബാദ്, ഒരു മുഗൾ പാരമ്പര്യമുള്ള സ്ഥലം മുർഷിദാബാദ്. അവിടെ നിന്നുള്ളവരാണ്. അതിൽ ഒരു സഹോദരനാണ് ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത്. രൂപേൽ എന്നാണ് പേര്. രൂപേലിൻ്റെ സഹോദരനാണ്. സങ്കടത്തിനും കണ്ണുനീരിനും അങ്ങനെ സ്ഥലത്തിൻ്റെയോ ഭാഷയുടെയോ വ്യത്യാസം ഒന്നുമില്ല. ചങ്ക് കലങ്ങി പോകുന്നു അത് കാണുമ്പോൾ. സഹോദരൻ്റെ കണ്ണീരാണ് കണ്ടത്. ഒന്നും വരുത്താതിരിക്കട്ടെ എന്ന് നമുക്ക് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കാം. അതിനിടയിൽ പെട്ടുകിടക്കുമ്പോഴും ശ്വാസം ലഭ്യമായിട്ടുണ്ടാവട്ടെ എന്നൊക്കെയാണ് ഇപ്പോൾ ഈ ഘട്ടത്തിൽ ആഗ്രഹിക്കുന്നത്. ഇനിയും 2 പേരെ കൂടി കണ്ടെത്താനുണ്ട്. അവർ പറഞ്ഞ കണക്കുകൾ വളരെ കൃത്യമാണ് എങ്കിൽ 2 പേരെ കൂടിയാണ് കണ്ടെത്താനുള്ളത്. അവിടെ നിന്നും അതിനുള്ള ആ വലിയ സ്ലാബ് ഉയർത്തി ഇപ്പോൾ കാണാൻ സാധിച്ചിട്ടുള്ള ഒരാളെ പുറത്തേക്ക് എത്തിക്കാനുള്ള ശ്രമങ്ങളാണ് അവിടെ നടക്കുന്നത്. ഹിറ്റാച്ചി ഉപയോഗിച്ച് ആ സ്ഥലത്തെ ചെടികളും മറ്റ് സ്ലാബും കെട്ടിടാവശിഷ്ടങ്ങളും ഒക്കെ മാറ്റുകയാണ്.